നമ്മൾ സംഭവം ഇത് ഇവിടെ വിറക് കത്തിച്ച് അടുപ്പ് വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം മഴ പെയ്തുകൊണ്ട് ഇന്നൊരു 500 സമൂസ റെഡിയാക്കാം. ഈ ബീൻസൊക്കെ ഒന്ന് നന്നായിട്ട് കഴിയും. ഫുഡ് ഫോർ വ്യൂവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സാധാരണ നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വരെ പരാതി നമ്മളൊരു അടിപൊളി വെറൈറ്റി വെജ് ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെജിറ്റബിൾസിൻ്റെ ഒരു അടിപൊളി സമൂസ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് സമൂസയൊന്നും അല്ല, നമ്മളൊരു 500 സമൂസയൊന്നും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. സൊലാഹേ, കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ഉണ്ടാക്കി സമൂസ, ഓർമ്മയില്ല? പിന്നല്ല, ഞങ്ങൾ ഇത്ര വലിയൊരു സമൂസ ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കി, ഇത്ര വലുത്. പക്ഷെ അത് ഉണ്ടയായി പോയി, റൗണ്ട് ബോളായി. പക്ഷെ നമ്മൾ വിട്ടില്ല കേട്ടോ, വീഡിയോ ഒന്നും ഇട്ടു. പക്ഷെ പിന്നീട് ഡിലീറ്റ് ചെയ്തു അല്ലേ. അതായത് സമൂസ ഉണ്ടയായ കഥ പറഞ്ഞിട്ട് ആ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസകരമായ വീഡിയോ ആയിരുന്നു. പിന്നീട് അത് ഞങ്ങൾ എന്തോ കാരണം കളഞ്ഞു അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഫെയിലിയർ ഇസ് ദ കീ ടു സക്സസ് ആണ് അല്ലേ സുഹേലേ? അതെ, അന്ന് നമ്മൾ തോറ്റതിൻ്റെ ആ ഒരു വിജയമാണ് ഇപ്പോൾ കാണുന്നത്. ഈ സമൂസ പണ്ട് എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. അതെനിക്കറിയാം. ഇപ്പം നോമ്പിന് വരെ കട്ട് തന്നിട്ടുണ്ട്. കള്ളൻ കാണരുത്. ക്യാരറ്റ് മുറിച്ചില്ലാതാവോ ലാസ്റ്റ്? ക്യാരറ്റ് ഇപ്പം തീരെ നോക്കുന്നേ. തൊലി ഞാൻ വേസ്റ്റ് ആക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ ബുദ്ധിപരമായിട്ട് ചെയ്യുന്നത്. സാഡ് തട്ടിയില്ല, ജസ്റ്റ് മിസ്. തൊലി കളഞ്ഞ ക്യാരറ്റ് നമ്മൾ ചെറിയ പീസായിട്ട്, ചെറുതല്ല അത്യാവശ്യം കുറച്ച് വലിയ പീസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഷെയിലൊക്കെ കണ്ടേരിണ്ടോ? ഇല്ലല്ല, നീ ഇതിൽ കരയിന് ഓട്ടറാ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ഉള്ളി ചെറിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഓക്കെ ഡൺ. ചെറിയ കുഞ്ഞു പീസ്. മഴ വരില്ല എന്ന് വിചാരിച്ചു, മഴ വരാൻ ചാൻസ് ഉണ്ട്. സംഭവം കുറേ മഴ, നമ്മുടെ വീഡിയോയിൽ മഴ വന്നിട്ടില്ലേ? കുറേ മഴ വന്നിട്ട് മര വന്നിട്ട് നമ്മൾ സംഭവം ഇത് ഇവിടെ വിറക് കത്തിച്ച് അടുപ്പ് വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം മഴ പെയ്തുകൊണ്ട് നമ്മൾ വിറകൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? അടച്ചു വെക്കാം അല്ലേ? ഡൗട്ട് ഉണ്ട്, മഴവെള്ളം കുടിച്ച് നോമ്പ് അറിയോ? അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രമല്ല, അവിടെ ഷഹീൽ അതാ കണ്ണ് മഴയത്ത് കട്ട് ചെയ്താൽ കണ്ണീരില്ല പറഞ്ഞിട്ട് അവൻ മഴയത്ത് സിൻസിയറായി. മഴ പെയ്താൽ നമ്മൾ കണ്ണുനീരും കാണില്ല, അതാണ് കാണാണ്ടിരിക്കാനല്ലേ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഒരു 4 പീസായി കട്ട് ചെയ്ത് കണ്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഏകദേശം പാതി വന്നിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റും കൂടി ഇതിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ സമൂസേൻ്റെ ഫില്ലിങ്ങിനുള്ള മസാല നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായി ചൂടായ ശേഷം നമുക്ക് ഈ ജീരകം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത് ചെറുതായി നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഈ വെല്ലുവിളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഉള്ളി നന്നായി വണങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടുത്ത് നമുക്ക് ഈ ചെറുതായി അരിഞ്ഞെടുത്ത പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടുത്ത് നമുക്ക് വേവിച്ചെടുത്ത ഈ പച്ച പട്ടാണി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടുത്ത് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത ബീൻസ്, അടുത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിൽ ഈ ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടുത്ത് മുളക് പൊടി അതുപോലെ തന്നെ ചാട്ട് മസാല, അടുത്ത് ഉപ്പ് ജീരകപ്പൊടി, നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായി ചതച്ചെടുക്കാം. നമ്മൾ മസാലയിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേവിച്ച് ഉടച്ചെടുത്ത ഈ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നമുക്കിതാ നമ്മുടെ മസാലയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഈ മല്ലിത്തഴം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. ഇളക്കിയേക്കോ സല. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. സമൂസ മസാല നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ വറുത്തെടുക്കാനായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരെണ്ണത്തിൽ 50 ഷീറ്റ് ഉണ്ട്. അങ്ങനെ ഒരു 10 പാക്കറ്റ് ഉണ്ട്. ഒരു 500 ഷീറ്റ്. നമുക്കൊരു ഷീറ്റ് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ അതിൽ നമ്മുടെ ഫില്ലിങ്സ് 1 സ്പൂണ്, പിന്നെ ഇതിനെ ട്രയാങ്കിൾ ആക്കാനാണ് അടുത്ത ടാസ്ക്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കട്ടിയിൽ കലക്കിയെടുത്ത മൈദ മാവ് പാക്ക ഒട്ടിക്കുക. അപ്പോൾ ഈ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം നേരം നമ്മൾ സമൂസ ഇങ്ങനെ മടക്കി എടുത്ത് വെക്കാൻ പാടില്ല. സംഭവം ഇതിങ്ങനെ വിട്ട് വരും. എൻ്റെ പണി ഫാസ്റ്റ് ആക്കണമെന്ന് ഇതാണ്. പറ.
എത്രയായി? 300. 300. ഡിസൈൻ വയ്ക്കുന്നു. വെജിറ്റബിൾ സമൂസ റെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് അല്ലേ? നമുക്കല്ല എങ്ങനെയുണ്ട് പറ. അടിപൊളി പൊളിച്ച് പിന്നെ വേറെ ലെവല്. അപ്പോൾ നമ്മൾ കുരുമുളക് ഇട്ടില്ലേ, അപ്പോൾ ആ കുരുമുളക് നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ടപ്പോൾ കുറച്ച് അത് എരിവ് കൂടി എന്നാലും ചിലർക്ക് റെഡി ആവില്ല. കുരുമുളക് ഇട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. കുറച്ച് മുന്നിൽ നിൽക്കുമ്പോൾ എരിവ് അടിപൊളിയായിരുന്നു. പൊളി അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു. ഒന്നും പറയില്ല. നീ എന്തെങ്കിലും പറ. ഇതൊക്കെ തീർത്തിട്ട് നമുക്ക് പറയാം. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? പൊളിച്ചില്ലേ? അതാണ് അങ്ങനെ ഫോമിലല്ലെന്ന്. അപ്പോൾ നമ്മളിത് കുറച്ച് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരവിടെ ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നില്ല ഓരോരുത്തരായിട്ട്. കഴിച്ചോ അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കണം മുന്നേ എത്തിക്കണല്ലേ ഇത്? അതെ. അപ്പോൾ എല്ലാം ചടപടേന്നാവട്ടെ. ലേറ്റായാൽ ഇനിയും ലേറ്റ് ആവും. എന്താ അടിപൊളി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ, നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി ഇത് അടിപൊളി കിടിലൻ റെസിപ്പി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. അതുവരെ ബൈ.